മുസ്ലിം സഹോദരന്മാർക്ക് വിനീതമായ നമസ്കാരം. ഞാൻ ഇവിടെ സംസാരിക്കാൻ നിൽക്കില്ല. നിങ്ങളുടെ ഈ യോഗത്തിൽ ബഹുമാന്യനായ ഷാജിയും അതുപോലെ 8 നേതാക്കളും വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെപ്പോലെ യോഗത്തിൽ സംബന്ധിക്കുക എന്നുള്ള നിലയിൽ മാത്രം വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഭാരം ഏറ്റെടുക്കേണ്ടി വന്നത്. ഇതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നിർവഹിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരു പ്രസംഗത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പ്രഗത്ഭരായ നമ്മളുടെ യുവപ്രാസംഗികന്മാരും നമ്മളുടെ MLA ഒക്കെ ഇവിടെ ഉണ്ട്. MLA ഇത് കഴിഞ്ഞ് മറ്റൊരു യോഗത്തിലും സംബന്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാലോ 10 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി നമുക്ക് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും പറയില്ല. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ, ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളൊരു കവചമായി നിന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന നമ്മളുടെ പ്രിയങ്കരനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ സമീപിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ കോടിയടയാളത്തിൽ മറക്കാതെ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് അയക്കണമെന്ന് മാത്രം ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കൺവീനർ എന്നുള്ള നിലയിൽ നിങ്ങളോട് വളരെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ഇനി ബഹുമാന്യനായ ഷാജി MLA നിങ്ങളോട് സംസാരിക്കുന്നു. നാട്ടുകാരെ സഹോദരന്മാരെ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് പോകുകയാണ്. ജനാധിപത്യ പ്രക്രിയയുടെ അനിവാര്യമായതും ഒഴിച്ചുകൂടാനാവാത്തതുമായ ഒന്നാണ് തെരഞ്ഞെടുപ്പ്. ജനാധിപത്യത്തെ സക്രിയമാക്കുന്നതും ഗൗരവമാക്കുന്നതും തെരഞ്ഞെടുപ്പുകളാണ്. അതുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളും വരുമ്പോൾ നമ്മൾ പറയും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സർസൈസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന് കുറെ കൂടെ വിശാലമായ ഒരു അർത്ഥമുണ്ട്. കാരണം ഇന്ത്യ ഒരു മെസ്സേജാണ്. നല്ല അതിർത്തിയുള്ള ഒരു ഭരണാധികാരിയുള്ള കേവലം ഒരു രാജ്യം മാത്രമല്ല ഇന്ത്യ. ഇന്ത്യ മർദ്ദിതരുടെ കൂടെയാണ്, ചൂഷിതരുടെ കൂടെയാണ്. മർദ്ദകർക്കും ചൂഷകർക്കുമെതിരായി ആഗോളതലത്തിലൊരു നിലപാട് സ്വീകരിച്ച രാജ്യമാണ്. ഇന്ത്യയുടെ ചേരിചേരാ നയം പോലെയുള്ള നിലപാടുകൾ ദുർബലരുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് ഒരു രാഷ്ട്രം പറയുന്ന വർത്തമാനമാണ്. ഇന്ത്യയുടെ പ്ലൂറലിസവും സെക്യുലറിസവും ഇന്ത്യൻ ഡെമോക്രസിയുടെ വളരെ വ്യത്യസ്തമായ വിധാനങ്ങളുമൊക്കെ ലോകത്തിന് ഒരുപാട് മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു മെസ്സേജിനെ അപകടപ്പെടുത്തുന്ന ചില നീക്കങ്ങളാണ് കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യ അഭിമുഖീകരിച്ചത്. ലോകത്ത് രൂപപ്പെട്ടു വന്ന ഒരു മനുഷ്യത്വ വിരുദ്ധതയുടെ നെക്സസുമായിട്ടാണ് ഇന്ത്യ 5 കൊല്ലം ബന്ധപ്പെട്ടത്. ഇസ്രായേൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ വന്ന് കാത്തിരുന്നു. എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് രാഷ്ട്രത്തിന് ഒരു തലവനും കൊടുക്കാത്ത, ഒരിക്കൽ മാർപ്പാപ്പയ്ക്ക് മാത്രം കൊടുത്ത ഒരു സ്വീകരണമാണ് നരേന്ദ്രമോദി അതിന് നെതന്യാഹു പറഞ്ഞു, 60 കൊല്ലമായി നിങ്ങൾ ഇന്ത്യയിൽ ഒരു ഭരണാധികാരിയെ കാത്തിരിക്കുന്നു എന്നാണ്. 50 വർഷമായി. എന്തുകൊണ്ടാണ് 50 വർഷമായി ഇസ്രായേലിൽ ഇന്ത്യയുടെ ഭരണാധികാരിയെ കൊല്ലുന്നത്? അതൊരു ചോദ്യമാണ്. ഇന്ത്യയുടെ ഭരണാധികാരി ഇസ്രായേലിലേക്ക് പോകാത്തത് ഇസ്രായേലിന്റെ മനുഷ്യത്വത്തിലൂടെ യോജിപ്പുകൊണ്ടാണ്.
ഇസ്ലാമോഫോബിയയുടെയും റൈസിസത്തിന്റെയും ലോകത്തിലെ ഏറ്റവും ഭീകരമായ മുഖമാണ് അങ്ങനെ ട്രംപും നെതന്യാഹുവും മോഡിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വലതു നെക്സസ് ഫ്രാൻസിലെ വലതു രാഷ്ട്രീയം ലോകത്ത് തന്നെ ഒരു അവിശുദ്ധമായ വാഗ്ദാനം ഉണ്ടാക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന് ലോകത്തിലെ തന്നെ മനുഷ്യരുടെ ഒരു പീപ്പിൾസ് ഓൾട്ടർനേറ്റീവ് ഉണ്ടാകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫ്രാൻസിലെ വലതുപക്ഷം പരാജയപ്പെടുകയും ഡെമോക്രാറ്റിക് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. അമേരിക്കയിൽ ഒരു മിഡ്ടേം തെരഞ്ഞെടുപ്പ് ഇടക്കാല തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ കോൺഗ്രസിലും അമേരിക്കൻ സെനറ്റിലും ഡെമോക്രാറ്റുകൾ അധികാരം പിടിച്ചെടുത്തു. മോദി ട്രംപിനെ വളരെ കൃത്യമായി ട്രാപ്പ് ചെയ്തിരിക്കുന്നു. അമേരിക്കയിൽ പോയി ട്രംപിന് സ്വന്തമായി തീരുമാനം എടുക്കാൻ വയ്യാത്തവണ്ണം ജനാധിപത്യത്തിന്റെ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയ അമേരിക്കയിൽ. ഇതിന് സമാനമായ ചലനങ്ങളും ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ മിഡ്ടേം തെരഞ്ഞെടുപ്പുകൾ ഈ ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരായി വിധിയെടുത്തായിരുന്നു. തുടക്കം 2011 ഗുജറാത്തിൽ നിന്നാണ്. ഇന്ത്യയിലെ ഫാഷിസത്തിന്റെ അഭിനവ വരവ് ഗുജറാത്തിൽ നിന്നായിരുന്നുവെങ്കിൽ അവരെ തളക്കാനുള്ള ഇന്ത്യയിലെ പരിശ്രമവും രണ്ടാമത് തുടങ്ങിയത് ഗുജറാത്തിൽ നിന്നാണ്. രാഹുൽ ഗാന്ധിയെ വേണ്ട വിധത്തിൽ ആരും ശ്രദ്ധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന തിരക്കിലായിരുന്നു ഇന്ത്യയിലെ മീഡിയകളും രാഷ്ട്രീയക്കാരും. അതുകൊണ്ട് ഗുജറാത്തിൽ രാഹുൽ നടത്തിയ അപാരമായ മുന്നേറ്റം എണ്ണപ്പെട്ടില്ല. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നാട്ടിൽ വലിയ പെർഫോമൻസ് ആണ് കഴിഞ്ഞ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയത്. പക്ഷെ വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെട്ടില്ല. എന്നാൽ കർണാടകയിലേക്ക് വന്നപ്പോൾ ഇന്ത്യ അത് ശ്രദ്ധിച്ചു. ഒരു കൊലൂഷൻ ഗവൺമെന്റാണ് കർണാടകയിൽ വന്നത്. ആ ഗവൺമെന്റിനകത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള കക്ഷിയായിരുന്നു കോൺഗ്രസ്. എന്നിട്ടും ജനതാദളിന് മുഖ്യമന്ത്രി പദം കൊടുത്തുകൊണ്ട് ബിജെപിയുടെ വരവിന് തടുത്തു കോൺഗ്രസ്. രാഹുലിന്റെ നയപരമായ സമീപനമായിരുന്നു അത്. പിന്നീട് മധ്യപ്രദേശ് വന്നു, രാജസ്ഥാൻ വന്നു, ഛത്തീസ്ഗഡ് വന്നു. എന്നാൽ അതിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല. ഈ മുന്നേറ്റത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് സ്നേഹമുള്ള ചെറുപ്പക്കാരെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി വലതുപക്ഷ രാഷ്ട്രീയം പകർന്നുകൊണ്ടിരിക്കുന്ന ഗുണപരമായ ഒരു അന്തരീക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ, ആ പോരാട്ടത്തിൽ പങ്കാളിയാവാൻ നിങ്ങളൊക്കെ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ആമുഖമായി ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനുണ്ട്. പലപ്പോഴും സദ്ദാം ഹുസൈൻ അങ്ങനെയൊക്കെയുള്ള സെന്റിമെന്റ്സുകൾ തെരഞ്ഞെടുപ്പിൽ ഇറക്കുക, ഫാഷിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടമാണെന്ന് പറയുക, ഇതൊക്കെയും ഉണ്ടാവാറുണ്ട്. ഒരുപക്ഷെ ഒരു ട്രാൻസ്പെറൻസിയുടെ പുതിയ ലോകമായതുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷനും ഈ തെരഞ്ഞെടുപ്പിലില്ല. വളരെ കൃത്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ തൊട്ട് പിറ്റേ ദിവസം ഇറങ്ങിയ എല്ലാ മീഡിയകളും, സായാഹ്ന പത്രങ്ങൾ പോലും, എന്തിന് ദേശാഭിമാനി പോലും രണ്ടുപേരുടെ ഫോട്ടോയാണ് കൊടുത്തത്. ഒരു ഭാഗത്ത് നരേന്ദ്രമോദി, മറുഭാഗത്ത് രാഹുൽ ഗാന്ധി. ദേശാഭിമാനി പോലും നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും ഫോട്ടോ കൊടുത്തിട്ടില്ല. മത്സരം രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലാണ്. ഇവിടെ മുസ്ലിം ലീഗ് പോലെയുള്ള ചെറിയ ചെറിയ കക്ഷികളുണ്ട്. അവർക്ക് എന്താ ചെയ്യാനാവുക? അവർ ചെയ്യേണ്ടത് രാഹുൽ നേതൃത്വം കൊടുക്കുന്ന ഒരു മതേതര മുന്നണിയോട് ചേർന്ന് നിൽക്കലാണ്. ഇന്ത്യ മുഴുക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പിണറായി പേടിയുള്ള കേരളം ഒഴിച്ച് എല്ലായിടത്തും ഇടതുപക്ഷ കക്ഷികൾ പോലും അങ്ങനെയാണ്. മത്സരം രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലാണ്. അപ്പൊ കേരളത്തില് എന്താ ചെയ്യുക? തമിഴ്നാട്ടിൽ CPM കോൺഗ്രസും ലീഗും ഒക്കെ ഒന്നിച്ചാണ്. ബംഗാളിൽ കോൺഗ്രസും CPM ഒക്കെ ഒരുമിച്ചാണ്. അപ്പൊ എന്താ കേരളത്തിൽ ചെയ്യുക? അപ്പൊ നമ്മുടെ കേരളത്തിലെ ബുദ്ധിജീവി സഖാക്കൾ ഒരു നമ്പർ ഇറക്കി. എന്താ നമ്പർ? ഞങ്ങളും അങ്ങനെ തന്നെയാണ്. മോഡിക്കെതിരാണ്, രാഹുലിന്റെ കൂടെയാണ്. പക്ഷെ ഒരു കാര്യം, എന്താ? ഏപ്രിൽ 23-ാം തീയതി നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരിക, മെയ് 23-ാം തീയതി ഞങ്ങൾ ആ വോട്ട് രാഹുലിന്റെ കൊണ്ടുപോയി കൊടുത്തോളാന്നാണ്. അതിന്റെ ആവശ്യമില്ല. രാഹുൽ ഗാന്ധി ഇവിടെ തൊട്ടടുത്ത് തന്നെ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾ ഏപ്രിൽ 23-ാം തീയതി നേരിട്ട് രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്നതാണ് അതിലൊരു ചെറിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അങ്ങനെ നിങ്ങളുടെ കയ്യിൽ തന്നേൽപ്പിക്കാൻ നിങ്ങൾ ഒരു ക്രെഡിബിൾ ഏജന്റ് അല്ല എന്നതാണ്. നിങ്ങൾ അദ്വാനിയുടെ കൂടെ നട്ടപാതിരക്ക് എത്ര ഭക്ഷണം കഴിച്ചുകൊണ്ട് സഖാക്കളെ കോൺഗ്രസിനെ തകർക്കാൻ ഡൽഹിയിൽ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമുണ്ട്.
നിങ്ങളുടെ കയ്യിൽ തന്നാൽ അത് നേർക്കുനേരെ കോൺഗ്രസിന്റെ കയ്യിൽ എത്തില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് നിങ്ങളൊരു ക്രെഡിബിൾ ഏജന്റ് അല്ല. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആരെ എതിർക്കുന്നത്? കൃത്യമാണ്, ബിജെപിക്കെതിരെയാണ് ഇന്ത്യയുടെ പോരാട്ടം. അവിടെ നിങ്ങൾക്ക് എന്താ റോളുള്ളത്? നിങ്ങളിവിടെ ഒതുക്കങ്ങൾ അങ്ങാടിയിൽ വന്നിട്ട് ഞങ്ങൾ ബിജെപിയെ ശരിയാക്കുന്നു പ്രസംഗിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ബിജെപിനെ എവിടെ ശരിയാക്കുന്നത്? സ്ഥലം പറയും, മണ്ഡലം പറയും, സംസ്ഥാനം പറയും. എന്നാൽ ഞാനൊരു കണക്ക് പറയാം. കേരളത്തിൽ ബിജെപിയെ കണ്ടെത്തുന്ന ഒരൊറ്റ മണ്ഡലമേ ഉള്ളൂ. മീഡിയകൾ മുഴുവൻ പറഞ്ഞു. 2ാം സ്ഥാനത്ത് ബിജെപി വരുന്ന ഒരു മണ്ഡലം ഏതാണ്? തിരുവനന്തപുരത്ത് ബിജെപിയോട് മത്സരിക്കുന്നത് LDF ആണോ? സി ദിവാകരൻ ഇപ്പൊ തന്നെ വിട്ടുപോയി, 3ാം സ്ഥാനത്താണ്. ഞങ്ങളാണ്, ശശി തരൂരാണ് ബിജെപിയോട് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. ഒരൊറ്റ മണ്ഡലത്തിലെ കേരളത്തിൽ ബിജെപിയുമായി മത്സരമുള്ളൂ. ആ മണ്ഡലത്തിൽ ഞങ്ങളാണ് മത്സരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, നിയമസഭയിൽ, കേരളത്തിന്റെ നിയമസഭയിലെ 140 മണ്ഡലത്തിൽ 5 മണ്ഡലത്തിലാണ് ബിജെപിയെ മുഖാമുഖം മത്സരിക്കാൻ കിട്ടുന്നത്. ഒന്ന് കാസർഗോഡ്, ഒന്ന് മഞ്ചേശ്വരം, ഒന്ന് പാലക്കാട്, 2 തിരുവനന്തപുരത്ത്. ഈ 4 മണ്ഡലങ്ങളിൽ 5 4 മണ്ഡലത്തിൽ ബിജെപിയോട് മത്സരിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളുടെ 4 പേർ ബിജെപിയെ തോൽപ്പിച്ച് നിയമസഭയിലേക്ക് പോകുന്നു. നിങ്ങൾ ഒരൊറ്റ മണ്ഡലത്തിലാണ് ബിജെപിയോട് മത്സരിക്കുന്നത്. ആ മണ്ഡലത്തിൽ ബിജെപി നിങ്ങളെ തോൽപ്പിച്ച് നിയമസഭയിലേക്ക് പോകുന്നു. ഇതിനർത്ഥം തന്നെ നിങ്ങള് ജനാധിപത്യ പ്രക്രിയയിൽ ബിജെപിയോട് മത്സരിക്കാൻ നിന്റെ കയ്യിൽ ഒരു കോപ്പുമില്ലെന്നാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ബിജെപിയെ ഞങ്ങളല്ലേ കൊള്ളുന്നത്? ഞങ്ങളെ ബിജെപിയിലെ കൊള്ളുന്നത്, ബിജെപി ഞങ്ങളല്ലേ വെട്ടുന്നത്? ബിജെപി ഞങ്ങളല്ലേ വെട്ടുന്നത്? വളരെ കറക്റ്റാണ്. വെട്ട്, കുത്ത്, ചവിട്ട്, ബോംബ്, ഇത് നിങ്ങളുടെ 2 പേരുടെയും കുലത്തൊഴിലാണ്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നു. ഞങ്ങള് ജനാധിപത്യത്തിൽ ഈ ഏർപ്പാട് അറിയാത്തത് കൊണ്ട് ജനാധിപത്യത്തിന്റെ സാധ്യതകളെ ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, CPM മുസ്ലിം ലീഗ് ഞങ്ങളുടെ ചെറിയൊരു പാർട്ടിയാണ്. പിന്നെ ഞങ്ങൾക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയ പാർട്ടിയാണെന്നുള്ള ബോധം ഞങ്ങൾക്ക് ഉണ്ടെന്നാണ്. CPM നിങ്ങൾ ഞങ്ങളെപ്പോലെ ഒരു ചെറിയ പാർട്ടിയാണ്. നിങ്ങൾക്കുള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ നിങ്ങൾ ചെറിയ പാർട്ടിയാണ്, നിങ്ങൾക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങള് ചെറിയ പാർട്ടിയാണെങ്കിലും തമിഴ്നാട്ടിൽ മത്സരിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യും, നമ്മളെല്ലാവരും കൂടെ കോൺഗ്രസിന് വോട്ട് ചെയ്യും. അത് തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പുറം കടക്കുമ്പോഴേക്ക് അവിടെ മെനഞ്ഞാണ് രാഹുൽ ഗാന്ധി ചെന്നപ്പോ കാപ്പാത്തുമ്പോ എന്ന് പറഞ്ഞ് നിങ്ങളെ സ്ഥാനാർത്ഥി പോയിട്ട് അദ്ദേഹത്തിന് കൈകാര്യം പിടിക്കുകയും വോട്ട് ചെയ്യാൻ കൊണ്ട് നടക്കുകയും. അത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടില് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അവിടെ ലീഗ് തോറ്റാൽ ജയിക്കുക ബിജെപിയാണ്, ബിജെപി ജയിച്ചാൽ തോൽക്കുക എന്താണ്? ലീഗാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയ പാർട്ടിയാണെങ്കിലും ഇന്ത്യ മഹാരാജ്യത്ത് ബിജെപിയോട് മുഖാമുഖം മത്സരിക്കുന്ന ഒരു മണ്ഡലമെങ്കിലും ഉണ്ട്. നിങ്ങൾ ബിജെപിയോട് എതിരെ മത്സരിക്കുന്ന, നോമിനേഷൻ കൊടുത്ത ഒരു മണ്ഡലത്തിന്റെ പേര് ഇന്ത്യ മഹാരാജ്യത്ത് പറഞ്ഞു തരുമോ? പിന്നെ എന്തിനാ ഒതുക്കുന്നതിൽ വന്നിട്ട് ഈ മടായി പറയുന്നത്? ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ബിജെപിക്കെതിരെ നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ സമരം എന്താണ്? നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യത്വ വിരുദ്ധതയുടെ രാഷ്ട്രീയം കേരളത്തിൽ വന്ന ദിവസം നിങ്ങൾ കർഷക സമരം നടത്തിയത് കേരളത്തിലെ വയനാട്ടിലാണ്. എന്തൊരു അസംബന്ധമാണോ കമ്മ്യൂണിസ്റ്റുകാരാ? പ്രതിപക്ഷ നേതാവിനെതിരെ സമരം ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊട്ടന്മാര് നിങ്ങളല്ലാതെ വേറെ ആരാ ഉണ്ടാവുക? പ്രതിപക്ഷ നേതാവല്ലേ രാഹുൽ ഗാന്ധി? അയാൾക്കെതിരെയാണോ സമരം ചെയ്യേണ്ടത്? 5 കൊല്ലം ഇന്ത്യയിലെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഇന്ത്യയിലെ കർഷകരുടെ മരണമുണ്ടാക്കി. ആ മോഡിക്കെതിരെ സമരം ചെയ്യുക, വാരാണസിയിൽ പോയി സമരം ചെയ്യുക, ബിജെപി ഏറ്റവും കൂടുതലുള്ള തിരുവനന്തപുരത്ത് നിങ്ങൾ സമരം ചെയ്യുക, ഇത്തിരി ബിജെപിയുള്ള പാലക്കാട് ചെയ്യുക, പത്തനംതിട്ടയിൽ ചെയ്യുമോ? ചെയ്യില്ലല്ലോ. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ പിണറായി വിജയ, 5 കൊല്ലം ഇന്ത്യ ഭരിച്ചത് നരേന്ദ്രമോദിയാണ്, 3 കൊല്ലം കേരളം ഭരിച്ചത് പിണറായി വിജയനാണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പങ്കാളിത്തമല്ലേ? നിങ്ങൾക്ക് പങ്കാളിത്തമല്ലേ? ഇനിയും 2 കൊല്ലം പിണറായി വിജയന്റെ മുമ്പിൽ ബാക്കിയുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, ഇത് തെരഞ്ഞെടുപ്പ് സമയമാണ്. നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ ചെയ്യേണ്ട പണിയുണ്ട്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അധികാരം കിട്ടിയ ഉടനെ രാഹുൽ ഗാന്ധി പറഞ്ഞു കർഷകരുടെ കടം എഴുതി തള്ളാൻ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിണറായി വിജയന് കേരളത്തിലെ കർഷകരുടെ കടം എഴുതി തള്ളാനുള്ള നട്ടല് നടുപ്പുറത്തുണ്ടെങ്കിൽ അത് പറയും. അതല്ലേ ചെയ്യേണ്ടത്.
ഇനി മറ്റൊന്ന് ചോദിക്കട്ടെ. രാഹുൽ ഗാന്ധി പ്രകടന പത്രികയിൽ പറഞ്ഞു എല്ലാ വർഷവും കർഷകർക്ക് സ്പെഷ്യൽ ബഡ്ജറ്റ് ഉണ്ടാവും കേന്ദ്രത്തിൽ അധികാരം കിട്ടിയാൽ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു ബഡ്ജറ്റിനെ കുറിച്ച് CPM-ന്റെ അഭിപ്രായം എന്താണ്? അത് വേണമോ അതോ വേണ്ടയോ? വേറെയൊന്ന്, ഈ സർക്കാർ നരേന്ദ്രമോദിക്കെതിരായി ഒരു പുതിയ സർക്കാർ വരികയും രാഹുൽ ഗാന്ധി അതിന്റെ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉണ്ടാവും. അങ്ങനെ വരുമ്പോ CPM-കാരൻ രാഹുലിനെതിരെ അപ്പോഴും സമരം ചെയ്യുമോ? അതല്ല, രാഹുൽ ഗാന്ധിയുടെ കൂടെ കേന്ദ്രത്തിൽ പിന്തുണ കൊടുക്കാൻ ഉണ്ടാകുമോ? നിങ്ങൾക്ക് ഈ ചോദ്യത്തിൽ നിന്ന് ഉത്തരം പറയാൻ അറിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇതൊരു രാഷ്ട്രീയ അശ്ലീലമാണ്. CPM-കാരാ BJP-ക്കെതിരെ 5 കൊല്ലമായിട്ട് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസുകളിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴും തന്നെ സമരം, റെയിൽവേ സ്റ്റേഷനിൽ സമരം, എല്ലാ കേന്ദ്ര ഓഫീസിലും സമരം. എന്താണോ 5 കൊല്ലത്തിനിടയിൽ നരേന്ദ്രമോദിക്കെതിരെ എണ്ണി പറയാവുന്ന ഒരു സമരം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? BJP-ക്കെതിരെ ക്രിയാത്മക രാഷ്ട്രീയം നിങ്ങൾ കളിച്ചിട്ടില്ല. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിലെ കോർ ഇഷ്യൂ എന്താണ്? ഇന്ത്യൻ ജനാധിപത്യമാണ്. ഏറ്റവും പ്രധാനം ജനാധിപത്യവും സ്വാതന്ത്ര്യവുമാണ്. എന്താ ഈ സ്വാതന്ത്ര്യം? എന്റെ ഭക്ഷണം, എന്റെ വസ്ത്രം, എന്റെ ഭാഷ, എന്റെ മതം, എന്റെ ജാതി, അതിൽ വിശ്വസിക്കാനും പരിരക്ഷിക്കാനും എനിക്ക് അവകാശമുണ്ട്. ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ളത് ധരിക്കാം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. ഒരു മതത്തിനല്ലെങ്കിലും പ്രശ്നമില്ല. ഇതാണ് ഇന്ത്യയുടെ അൾട്ടിമേറ്റ് എന്താണ് അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അതിനെതിരാണ് ഫാസിസ്റ്റുകൾ. മോഡി പറയുന്നു എന്റെ മതമാണ് ഏറ്റവും നല്ലത്, മറ്റെല്ലാം ഒഴിവാക്കണം. എന്റെ ജാതി ഏറ്റവും നല്ലത്, മറ്റെല്ലാം ഒഴിവാക്കണം. എന്റെ ഭാഷ മതി, ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഇന്ത്യക്കാർ കഴിച്ചാൽ മതി. അതാണോ? അങ്ങനെയെങ്കിൽ ജാതി, മതം, ഭാഷ എന്നതിന്റെ കൂടെ രാഷ്ട്രീയം എന്നുകൂടെ ചേർത്താലോ? BJP-യെ പോലെ തന്നെ ഫാസിസ്റ്റുകളാണ് CPM-കാരാ നിങ്ങൾ. എന്റെ രാഷ്ട്രീയ പാർട്ടി എല്ലാവരും സ്വീകരിക്കണം, അല്ലാത്തവരെ കൊന്നുകളയും. അല്ലാത്ത രാഷ്ട്രീയം പാടില്ലെന്ന് പറയുന്നതാണ് കേരളത്തിലെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഫാഷിസം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഉത്തരേന്ത്യയിൽ മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നതാണ് നമ്മൾ ഉന്നയിക്കുന്ന ഇഷ്യൂ. ആ ഇഷ്യൂ ഉന്നയിക്കാൻ CPM-ന് എന്താ അവകാശമുള്ളത്? ഉത്തരേന്ത്യയിൽ മനുഷ്യനെ കൊല്ലുന്നത് മതത്തിന്റെ പേരിലാണെങ്കിൽ കേരളത്തിൽ മനുഷ്യനെ കൊല്ലുന്നത് രാഷ്ട്രീയത്തിന്റെ പേരിലാണ്. മതത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നവർ മഹാന്മാർ, രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നവർ പാവങ്ങളാണോ, പാപികളാണോ? അല്ലല്ലോ. രണ്ടിടത്തും പോകുന്നത് ജീവനാണ്, നഷ്ടമാകുന്നത് ജീവനാണ്. അനാഥമാകുന്ന ബാല്യങ്ങൾ, അനാഥമാകുന്ന കുടുംബങ്ങൾ അവിടെയുണ്ട്. തെറിക്കുന്നത് ചോരയാണ്, ബാക്കിയാവുന്നത് സങ്കടമാണ്. CPM-കാരാ എന്താ വ്യത്യാസമുള്ളത്? ഇന്ത്യ പോലെ ഒരു സ്വതന്ത്ര രാജ്യത്ത് ഏത് മതവും സ്വീകരിക്കുന്ന പോലെ ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാൻ കൃത്യമായ അവകാശം എല്ലാവർക്കും ഉണ്ടാവണ്ടേ? അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വെച്ചുകൊടുക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ സമ്മതിക്കാത്തത്? നിങ്ങൾ മനുഷ്യനെ കൊല്ലുന്നു. നരേന്ദ്രമോദിയാണോ വിരോധം? എന്താ മോഡിയുടെ പ്രത്യേകത? അമാന്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. എതിരാളികളോട് വൃത്തികേട് പറയുന്നവൻ, രാഷ്ട്രീയത്തിലെ മറുഭാഗത്തുള്ളവനെ തെറി പറയുന്നവൻ, അവനാണോ നരേന്ദ്രമോദി? മൻമോഹൻ സിംഗിനെ സാത്വികനായ മനുഷ്യനെ, ഒരാളോട് പോലും ഒരു മറുവാക്ക് മോശപ്പെട്ട് പറയാത്ത ആ വലിയ മനുഷ്യനെ ബാത്റൂമിൽ കോട്ടിട്ട് കുളിക്കുന്നവനെന്ന് തെറി വിളിച്ചത് നരേന്ദ്രമോദിയാണ്. കഴിഞ്ഞ വർഷങ്ങൾ രാഹുലിനെ അപ്പുവെന്ന് വിളിച്ചു, പപ്പുവെന്ന് വിളിച്ച് വൃത്തികേട് പറഞ്ഞ് ആക്ഷേപിച്ചത് നരേന്ദ്രമോദിയാണ്. ആ മോഡിയാണോ എതിർക്കേണ്ടത്? ആരാ എതിർക്കാൻ വരുന്നത്? പിണറായി വിജയനാണോ? നല്ല ചരക്കാണ്, മാന്യമായി സംസാരിക്കുന്നവർ. ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഫേസ്ബുക്കിനകത്ത്, യൂട്യൂബിനകത്ത് നിങ്ങൾ പ്രേമചന്ദ്രൻ എന്ന് ഒന്നടിച്ചു നോക്കുക. നമ്മുടെ കൊല്ലത്തെ MP, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി, ഒരുപാട് പ്രസംഗങ്ങൾ വരുന്നു. ബൈബിളിൽ, ഗീതയിൽ, ഖുർആനിൽ പാണ്ഡിത്യമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, ഒരുപാട് പ്രസംഗമുണ്ട്. മാന്യതയില്ലാത്ത പദപ്രയോഗങ്ങൾ നടത്തില്ല പ്രേമചന്ദ്രൻ. ആ മാന്യനായ രാഷ്ട്രീയക്കാരന് 5 കൊല്ലം മുമ്പ് CPM-ന്റെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനെ വിളിച്ചത് പനനാറി എന്നാണ്. പനനാറി. വേറെ ഒരുപാട് വിശേഷങ്ങൾ പലരെയും വിളിച്ചിട്ടുണ്ട്. പ്രേമചന്ദ്രനെ വിളിച്ചത് പനനാറി എന്ന്. 5 കൊല്ലം കഴിഞ്ഞു. പ്രേമചന്ദ്രൻ വീണ്ടും സ്ഥാനാർത്ഥി. പിണറായി വിജയൻ പക്ഷേ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് പത്രക്കാർ വിചാരിച്ചു ഇയാൾ ആ സ്വഭാവമൊക്കെ മാറ്റിയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് പത്രക്കാർ പോയി ചോദിച്ചു,
മുഖ്യമന്ത്രി 5 കൊല്ലം മുമ്പ് നിങ്ങൾ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചിരുന്നല്ലോ. എന്താ ഇപ്പോൾ അഭിപ്രായം? ഇപ്പോഴും അവൻ പരനാറി തന്നെയാണ്. പത്രക്കാർ വിചാരിച്ചാൽ മുഖ്യമന്ത്രി ആഴ്ചയ്ക്ക് ചെറ്റത്തര സ്വഭാവമൊക്കെ മാറ്റിയിട്ടുണ്ടാവും, അതുകൊണ്ട് നന്നായിട്ടുണ്ടാവും എന്നാണ്. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു, ഏയ് എന്റെ ചെറ്റ സ്വഭാവം ഒന്നും മാറ്റിയിട്ടില്ല, ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ മുഖ്യമന്ത്രിയാണോ നരേന്ദ്രമോദി എതിർക്കുന്നത്? നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ ഒരു കൺവീനറില്ലേ വിജയരാഘവൻ, അയാളുടെ വായ തുറക്കുന്നതിനേക്കാൾ നല്ലത് സെപ്റ്റിക് ടാങ്ക് തുറക്കുന്നതാണ്. വൃത്തികെട്ട വർത്തമാനം പറയുന്നവൻ. ആലത്തൂരിലെ സ്ഥാനാർത്ഥി ഒരു പെണ്ണാണ്, ഒരു ദളിതാണ്. മോസ്റ്റ് ഡിസൈനിങ് ആയിട്ടുള്ള 2 കാരണങ്ങളുണ്ട്. അവരെ കുറിച്ച് എന്താ നിങ്ങൾ പറഞ്ഞത്? മോഡിയുടെ രാഷ്ട്രീയത്തെ എതിർക്കാൻ CPM-കാരന്റെ കയ്യിൽ ഏതർത്ഥത്തിലാണ് ന്യായങ്ങളുള്ളത് എന്ന് നിങ്ങൾ പറ. സ്വേച്ഛാധിപതികളാണ് എല്ലാവരും, അഹങ്കാരികൾ, എല്ലാവരോടും പരമപുച്ഛമുള്ളവർ, വലിയ എന്താണ് മനുഷ്യരോട് പെരുമാറാൻ പോലും അറിയാത്തവർ. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്ക്. ട്രംപ്, മോഡി, പിണറായി, ആ മൊബൈൽ ആ ഫോട്ടോ എടുത്ത് നോക്ക്. ഒരൊറ്റ അമ്മക്കുണ്ടായ പോലെയാണ്, ഒരേപോലെയാണ്, ഒരു വ്യത്യാസമില്ല. ആ അഹങ്കാരം, ധാർഷ്ട്യവും മുഖഭാവങ്ങളും. ട്രംപിന്റെ ഇതറികള് അമേരിക്ക 2019 അമേരിക്കയുടെ പുറത്തുനിന്ന് ആരും അമേരിക്കയിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ ചുറ്റും മതിലുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അമേരിക്കക്കാർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് സെനറ്റും കോൺഗ്രസും പറഞ്ഞു ആരാണ് ഈ പൊട്ടത്തിനൊന്നും പൈസ ഇല്ല. നമ്മളെ മോഡി എന്താ ചെയ്തത്? നമ്മൾ പാവ ഇന്ത്യക്കാരായതുകൊണ്ട് 3000 കോടിയുടെ പ്രതിമ ഉണ്ടാക്കി. അപ്പൊ നമ്മളെ മുണ്ടെടുക്കാത്ത മോഡിയോ 50 കോടിയുടെ നവോത്ഥാന മതിലുണ്ടാക്കി. ഏകദേശം ഒരേ കാറ്റഗറിയാണ്, ഒരേ തരത്തിലാണ്, ഒരേ രൂപത്തിലാണ്. എന്തു വ്യത്യാസമാണ്? ജാവേദ് ആനന്ദിന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ മ്യൂസിഷ്യനാണ് ജാവേദ് ആനന്ദ്. അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അയാള് ഗുജറാത്തിനെയും ബംഗാളിനെയും താരതമ്യം ചെയ്ത ഒരു പഠനമുണ്ട്. അതിൽ പറയുന്നുണ്ട് ഗുജറാത്ത് പിടിച്ചെടുത്തത്, ബംഗാൾ പിടിച്ചെടുത്തത്. ഗുജറാത്ത് പിടിക്കാൻ മതം, ബംഗാൾ പിടിക്കാൻ രാഷ്ട്രീയം. പക്ഷേ ഭീകരതയായിരുന്നു. മനുഷ്യനെ കൊന്നു തള്ളിയിട്ടാണ് ഒരുപാട് പാവങ്ങളെ, 4000 പേരെ ചുട്ടുവന്ന മോഡി, ബോർഡറുണ്ടാക്കിയ മോഡി. എന്നാൽ ബംഗാളും സമാനമായിരുന്നു. നിങ്ങൾ ചോദിക്കണില്ലേ കൃപേഷ് ശരത്ലാൽ 2019. എന്നാൽ 969 എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾ വിക്കിപീഡിയ എടുത്ത് ഗൂഗിൾ എടുത്ത് സൈൻ വാലി എന്ന് സെർച്ച് ചെയ്യും, നിങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടും. 969 എന്താണ് ബംഗാൾ പിടിച്ചെടുക്കാൻ തീരുമാനിക്കുന്നു CPM. സൈൻ വാലി എന്ന ഗ്രാമത്തിലെ കുറച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ നല്ല മിടുക്കന്മാരാണ്, പാവങ്ങളെ സഹായിക്കും, അവരുടെ കൂടെ നിൽക്കും, നല്ല കുട്ടികളാണ്. അതിൽ മിടുക്കനായ ഒരുത്തനുണ്ടായിരുന്നു, അതിന്റെ നേതാവ്. ആ ഗ്രാമം പിടിക്കാൻ CPM തീരുമാനിച്ചു. എന്നിട്ടോ ആ ചെറുപ്പക്കാരന്റെ കൈകൾ രണ്ടും പിറകിലേക്ക് കെട്ടി നിലത്തു കിടത്തി. അവന്റെ അമ്മയെ കൊണ്ടുവന്ന് കൈകൾ പിറകിൽ കെട്ടി അവിടെ നിർത്തിച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിലേക്ക് കടാരയിറക്കി, നെഞ്ചിൽ കൂട് പൊളിച്ച്, കരൾ പൊളിച്ച് കത്തി താഴോട്ട് വലിച്ചു. ചോരെങ്ങനെ ചീറ്റിത്തെറിക്കുകയാണ്. ആ സമയത്ത് ഒരു പിടി അരിയെടുത്ത് ആ ചോര തെറിക്കുന്ന ചീറ്റിന്റെ അടുത്ത് വെച്ച് ചോരയിൽ കുഴച്ചു. എന്നിട്ട് കൈകൾ പിറകിൽ കെട്ടിയ അമ്മയുടെ വായ്ക്കകത്തേക്ക് തിരികെ അവരെ കൊണ്ട് കഴിപ്പിച്ചു. മകന്റെ ചോരയെടുത്ത് അമ്മയുടെ മുഖത്ത് ചായം തേച്ചു. ഇത് KM ഷാജി ഒരു തെരഞ്ഞെടുപ്പിലെ സെന്റിമെന്റ് എന്ന് പറയുന്നതല്ല. നിങ്ങൾ യൂട്യൂബ് എടുത്ത്, നിങ്ങൾ ഗൂഗിൾ എടുത്ത് സൈൻ വാലി എന്ന് സെർച്ച് ചെയ്യൂ. 969 ബംഗാളിൽ ആ കലാപത്തിന്റെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത സംഘത്തലവൻ CPM-ന്റെ സെൻട്രൽ കമ്മിറ്റി അംഗമാണ്. അപ്പൊ ചോദിക്കും 69-ലല്ലേ, കൽക്കത്തയിലല്ലേ? എന്നാൽ ഈ കേരളത്തിൽ എന്റെ മണ്ഡലത്തിന്റെ തൊട്ടടുത്ത് കല്യാശ്ശേരി മണ്ഡലത്തിൽ ഷുക്കൂർ എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ ഇതുപോലെ ഒരു ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വേട്ടനായ്ക്കൾ അവരെ വേട്ടയാടുകയായിരുന്നു. അങ്ങോട്ട് ഓടിയാൽ കുത്തും, ഇങ്ങോട്ട് ഓടിയാൽ വേദനിക്കും. എന്താണ് അവനെ വിട്ടു. അവസാനം ജീവൻ കളയാൻ ജീവൻ പോകുന്ന സമയത്ത് അവന് സമൃദ്ധമായ മുടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. ആ 19 വയസ്സുകാരന്റെ തലക്ക് അകത്തേക്ക്, മുടിക്കകത്തേക്ക് വിരൽ കയറ്റി അവന്റെ തല പുറകോട്ട് വലിച്ച് ഒരു വലിയാണ് തീർന്നു. ആ കിരാതമായ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തതിന്റെ ഗൂഢാലോചനയിൽ P. ജയരാജന് പങ്കുണ്ടെന്ന് പറഞ്ഞത് CBI ആണ് കുറ്റപത്രം നടത്തിയത്. ആ ജയരാജനെ നിങ്ങൾ കൊണ്ടുവന്ന് വടകരയിലെ സ്ഥാനാർത്ഥിയാക്കി. പിന്നെ ബംഗാളിൽ CPM ചെയ്തതിൽ എന്താ അത്ഭുതം? അത് 69-ൽ, ഇത് 2019-ൽ.
ഈ കലാപത്തിന്റെ ഈ വൃത്തികേടുകൾ എവിടെയാണ്, എപ്പോഴാണ് നിങ്ങൾ ചെയ്യാത്തത്? എപ്പോഴാണ് ചെയ്യാത്തത്? ഞാൻ CPM-കാരോട് ചോദിക്കട്ടെ, വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. ബംഗാളിൽ CPM-നെതിരെയുള്ള ആക്ഷേപം അവർ മുതലാളിമാരുടെ കൂടെയായിരുന്നു എന്നാണ്. വമ്പൻ മുതലാളിമാരുടെ കൂടെ, സലീം ഗ്രൂപ്പിന്റെ കൂടെ. ഞാൻ കേരളത്തിലെ പിണറായിയോട് ചോദിക്കട്ടെ, കേരളത്തിലെ 1, 2, 3, 4 എന്നിങ്ങനെ എണ്ണ് വമ്പൻ മുതലാളിമാർ, യൂസഫ് അലി മുതൽ രവി പിള്ള മുതൽ. അവരുടെ ഉറ്റത്തോഴൻ ആര് എന്ന ചോദ്യത്തിന് ഒന്നാമത്തെ തോഴൻ പിണറായി വിജയനാണ്, രണ്ടാമത് കോടിയേരിയാണ്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമല്ല. മുതലാളിമാർക്ക് വേണ്ടി നിങ്ങൾ ഈ രാജ്യത്തിന്റെ വയൽപ്പാടങ്ങൾ, നെൽപ്പാടങ്ങൾ മണ്ണൊട്ട് നികത്താൻ കൊച്ചിയിൽ മാത്രം നികത്തിയെടുത്തിയത് കോടാനുകോടി രൂപയുടെ നെൽപ്പാടങ്ങളാണ്. ഞങ്ങൾ ഒബ്ജക്ട് ചെയ്തു നിയമസഭയിൽ. പക്ഷെ അത് പാസ്സാക്കിയെടുക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രമിച്ചു എന്നതും പാസ്സാക്കിയെന്നതും അറിയാത്തതല്ലോ കേരളത്തിന്. പാവങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവരുടെ സംഘടനകളുടെ കൂടെ നിങ്ങൾ ഉണ്ടായിരുന്നോ? ആഗോള കുത്തക എന്നൊക്കെ മുതലാളി എന്നൊക്കെ 40 വട്ടം പറയുന്നതല്ലാതെ ഈ പാവങ്ങളുടെ കൂടെ എന്തെങ്കിലും നിന്നിരുന്നോ പിണറായി വിജയൻ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ബംഗാളിൽ CPM-ന്റെ ഒരു ചെറുപ്പക്കാരനെ, യൂത്ത് കോൺഗ്രസുകാരനെ കൽക്കത്തയുടെ തെരുവിൽ വെച്ച് ഏരിയ സെക്രട്ടറി വെടിവെച്ചു കൊള്ളുകയാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന മമതാ ബാനർജി നിയമസഭയിൽ ആ പ്രശ്നം കൊണ്ടുവന്നു, അവരുന്നയിച്ചു. അതിന് മറുപടി പറഞ്ഞെന്താണെന്നറിയോ? അവർക്ക് തോക്ക് കൊടുത്തത് അവരാക്രമിക്കാൻ വന്നവരെ വെടിവെക്കാനാണ്. അത് ബംഗാളിൽ. കേരളത്തിലോ 2006 കൊടിയേരി തലശ്ശേരി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നു. അയാളുടെ പ്രസംഗമാണ്, ഇവിടെ പോലീസുകാരാ, നിങ്ങൾ ഞങ്ങളുടെ വീട് റൈഡ് ചെയ്യുമല്ലേ, ബോംബ് തെരഞ്ഞ് ഞങ്ങളുടെ ആഫീസ് റൈഡ് ചെയ്യുമല്ലേ? എന്നാ ഓർത്തോ, ഈ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് നിങ്ങൾ ബോംബ് ഉണ്ടാക്കും. രേഖയല്ലേ, പത്രക്കാർ കണ്ടിട്ടില്ലേ, നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആ കൊടിയേരി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി 2007 ചെന്നൈ എയർപോർട്ട് സഖാവ് പിണറായി വിജയനെ പോലീസ് പിടിച്ചു. എന്തിന്? അന്ന് പാർട്ടി സെക്രട്ടറിയാണ്. എന്തിനാ പിടിച്ചത്? പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് 36 മരുന്ന് നിറച്ച വെടികൊണ്ട് പിടിച്ചു. 36 എണ്ണം. എവിടെയാ കേസ്? എവിടെയുള്ളത്? സൈന്യം ഉപയോഗിക്കുന്ന തരത്തിലുള്ളത് എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. അതെവിടെ? രസമല്ല. പിണറായി വിജയൻ പറഞ്ഞ മറുപടിയാണ്, അശ്രദ്ധ കൊണ്ട് ബാഗിലായി പോയതാണ്. അശ്രദ്ധ കൊണ്ട് ബാഗിലായി പോയാൽ ഇത് ഷേവിംഗ് സെറ്റും കത്രികൊന്നല്ലല്ലോ. പിണറായി വിജയൻ 36 വെടിയുണ്ടയാണ്. ഇത് പോലീസ് രേഖയാണ്, ഇത് പത്രത്തിൽ വന്നതാണ്. വളരെ ആതന്റിക് ആയിട്ടാണ് ഞാൻ ഇതിവിടെ ഉന്നയിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, നേതാക്കന്മാർക്ക് തോക്ക്, നേതാക്കന്മാർക്ക് വെടിയുണ്ടല്ലോ, അണികളുടെ കയ്യിൽ കത്തിയും കോടാലിയും കൈബോംബുകളും കൊടുത്തുവിടുന്ന ഈ രാഷ്ട്രീയ സംസ്കാരത്തിന് എങ്ങനെയാണോ BJP-യുടെ ഫാക്സിസത്തെ നേരിടാൻ കഴിയുക എന്ന് നിങ്ങൾ പറ. അതൊന്ന് നിങ്ങൾ പറ, നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്ന് നിങ്ങൾ പറ. ഫാഷിസ്റ്റുകളും ഈ മാർക്സിസ്റ്റുകളും ഒരേ തൂവൽ പക്ഷികളെ പോലെ പെരുമാറിയിട്ടുണ്ട് പലയിടങ്ങളിലും. ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇരകളെപ്പോഴും പാവങ്ങളാണ്. ഗുജറാത്തിൽ മോഡി മുസ്ലിങ്ങളെ കൊന്നത്, നോർത്ത് ഇന്ത്യയിൽ മുസ്ലിങ്ങളെ കൊല്ലുന്നത് മതത്തിന്റെ പേരിലല്ലേ? പക്ഷെ മതത്തിന് മുതലാളിമാരെ അല്ല, അഖിലാഖിനെ പോലെ പാവപ്പെട്ടവരെയാണ്, ദരിദ്രരെയാണ്. നരേന്ദ്രമോദിയുടെ BJP ആയുധമാക്കിയത് അവിടുത്തെ പാവപ്പെട്ട മുസ്ലിമിനെയാണ്. 35 കൊല്ലം ബംഗാൾ ഭരിച്ച CPM കൊന്നു തള്ളിയതും പാവങ്ങളെയാണ്, പാവങ്ങളെ മാത്രം. ഈ കേരളത്തിലോ 3 നേരം ഭക്ഷണം കഴിച്ചു കഴിയുന്ന ഒരു സഖാവിനെ, ഒരു പാവപ്പെട്ടവനെ നിങ്ങൾ കൊന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ദരിദ്രന്മാരെയല്ലേ. ഷുഹൈബിനെ അറിയോ നമുക്ക്? എനിക്ക് അടുത്തറിയുന്ന ഒരു കുട്ടിയാണ്. ഞാൻ മട്ടന്നൂരിലെ പരിപാടികൾക്ക് പോകുമ്പോൾ ഷുഹൈബിനെ കാണാറുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ്സുകാർ നമ്മുടെ നാട്ടിൽ നമുക്കൊക്കെ സ്റ്റേജിലൊക്കെ ഉണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളൊക്കെ ഉണ്ട്. എങ്ങനെയാണ്? നല്ല കവറൊക്കെ ഇട്ട്, നമ്മൾ ചിലപ്പോൾ കളർ ഡ്രസ്സൊന്നുമില്ല, വെള്ളപ്പം ഉണ്ട്, കവർ, ഒരു കഞ്ഞിയൊക്കെ മുക്കിയിട്ട് കുപ്പായത്തിന്റെ കയ്യൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ആ ഷുഹൈബിന്റെ കുപ്പായത്തിന് കഞ്ഞി മുക്കണമെങ്കിൽ അവന്റെ വാപ്പ കൊടകിന്റെ തണുത്തുറന്ന പ്രാന്തഭാഗങ്ങളിൽ തലയിൽ ചുമന്ന് ഉതപ്പ് കൊണ്ടുപോയി പൈസ ഉണ്ടാക്കണം. ആ മനുഷ്യൻ അധ്വാനിക്കുന്നത് ഞാൻ കൊടകിൽ കണ്ടിട്ടുണ്ട്. അറിയാമത് അയാളുടെ പ്രതീക്ഷയായിരുന്നില്ലേ ഷുഹൈബ്? എന്തിനാണോ നിങ്ങൾ കൊന്നു കളഞ്ഞത്? അവൻ എന്ത് മുതലാളിയാണ്, ആരുടെ ശത്രുവാണ്? എത്ര വെട്ടിയിട്ട ആ ഒരു പൈതലിനെ നിങ്ങൾ കൊന്നു കളഞ്ഞത്?
പാവായിരുന്നില്ലല്ലോ ഷുക്കൂർ. അവന് വാപ്പുണ്ടായിരുന്നില്ല. ആദ്യത്തെ ഉമ്മ ചോര നീരാക്കി പൊട്ടിയ മോനാണ്. 19 വയസ്സ്. കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കിട്ടുന്ന പൈസ ആദ്യത്തെ ഉമ്മയുടെ കയ്യിൽ എണ്ണിപ്പെറുക്കി കൊടുക്കുന്ന കുട്ടി. അവനല്ലേ അവരുടെ കൊന്നത്. പാവല്ലേ അവൻ. കിടന്നുറങ്ങാൻ ഒരു വീടുണ്ടായിരുന്നു അവന്. നിങ്ങൾ പറ, നിങ്ങൾ കൊന്നു തള്ളിയ കൃപേഷ്, നിങ്ങൾ കൊന്നു തള്ളിയ ശരത്തിലാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ വീട്. തലശ്ശേരി പത്രം വിറ്റ് ജീവിക്കുന്നവരായിരുന്നല്ലോ ഫസല്. ഏത് പാർട്ടിയായിക്കൊള്ളട്ടെ, ഈ സാധുക്കളെ മുഴുവൻ നിങ്ങൾ കൊന്നു തന്നെയാണ്. എന്തിന് പറയണോ? എന്തിന്? കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഫോട്ടോ മരിച്ചെന്ന് കൊല്ലപ്പെട്ടെന്ന വാർത്ത വന്ന ദിവസത്തെ പത്രം വീട്ടിൽ എടുത്ത് പരിശോധിക്കാം. അതിൽ വേറെ ഒരു ഫോട്ടോ ഉണ്ട്. ദുബായ് ഷെയ്ഖിന്റെ കൊട്ടാരത്തിൽ പിണറായി വിജയൻ നിൽക്കുന്ന ഫോട്ടോയാണ്. റോമാനഗരം കത്തിയെരിയുമ്പോൾ പിണറായി എന്ന നീറോ ഷെയ്ഖിന്റെ കൊട്ടാരത്തിലായിരുന്നു. അയാൾ ഒറ്റക്കല്ല, കൂടെ ഭാര്യയുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയാണ്, കൂടെ പോകുന്ന ഭാര്യനെ കൊണ്ടുപോകും. ഞാൻ സഖാക്കളോട് ചോദിച്ചു, ഇതെന്ത് പരിപാടിയാണ്? അവരോട് പറഞ്ഞു, നിങ്ങൾ ഒബാമയെ കണ്ടിട്ടില്ലേ, നിങ്ങൾ ട്രംപിനെ കണ്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ഉമ്മൻചാണ്ടിയെ കണ്ടിട്ടുണ്ട്, ഞാൻ കൊടിയേരിയൊക്കെ. എന്താണ് ഞാൻ ഇതൊന്നും കാണാൻ നമുക്ക് പറ്റില്ലല്ലോ. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ തരക്കടില്ല. അവനെൻ്റെ ഭാര്യയില്ല, നാട്ടുകാരൊന്നല്ലോ കൊണ്ടുപോയിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അവനെൻ്റെ ഭാര്യനെ കൊണ്ടുപോകുമ്പോൾ അവനെൻ്റെ കയ്യിലെ പൈസ എടുക്കണം. പ്രളയം വന്ന് മുങ്ങിപ്പോയ കേരളത്തിലെ പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിലെ പൈസ എടുത്തിട്ടല്ല നാട് കൊണ്ടാൻ പോകുന്നത്. അത് മര്യാദയല്ല, അത് മര്യാദ. എനിക്ക് പിണറായിയോട് ഭയങ്കര ഇഷ്ടമാണ്. അയാളൊരു മാതൃക ഭർത്താവാണ്, അയാളൊരു മാതൃക അച്ഛനാണ്. പക്ഷെ മിസ്റ്റർ പിണറായി, നിങ്ങൾക്ക് മാത്രമല്ല ഭാര്യയുള്ളത്, നിങ്ങൾക്ക് മാത്രമല്ല മക്കളുള്ളത്. ചന്ദ്രശേഖരൻ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, പേര് ഗൗരവ. സങ്കടം വരുമ്പോ ചേർത്ത് പിടിക്കുന്ന ആ കൈകളില്ല ഭൂമിയില്. 51 വെട്ടി നിങ്ങൾ തീർത്തതാണ്. ഈ മരിച്ചുപോയവർക്കൊക്കെ കുടുംബമില്ലടോ, ഈ മരിച്ചുപോയവർക്കൊക്കെ സങ്കടമില്ലടോ. നിങ്ങൾക്ക് മാത്രം മക്കളുണ്ടോ? പിണറായിയുടെ മോൻ പഠിച്ചത് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ കഴിഞ്ഞ മാസം ലണ്ടനിൽ പോയപ്പോൾ യൂണിവേഴ്സിറ്റി കാണാൻ പോയി. പെർമിഷൻ എടുത്ത് പോകണം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മോൻ പഠിച്ചതല്ലേ, അങ്ങനെ കാണാൻ പോയതാണ്. മുറ്റത്ത് ഞാൻ തയ്യാറായിപ്പോയി. എന്തൊരു സംഭവം! ഞാൻ എൻ്റെ മുറ്റത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ എൻ്റെ മോനെ അവിടെ നിന്ന് പഠിപ്പിക്കാൻ പറ്റിയെങ്കിൽ. എങ്ങനെ പറ്റാൻ നമ്മളൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല, നടക്കില്ലല്ലോ, എനിക്കല്ലേ പറ്റൂ. മോനോട് ഇഷ്ടമുണ്ട്. EP ജയരാജൻ എൻ്റെ മണ്ഡലത്തിലെ വോട്ടറാണ്. 2 പുലി പോലത്തെ മക്കളുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ശ്രീമതി ടീച്ചർക്ക് മകനുണ്ട്, ദുബായിൽ സെറ്റിൽഡാണ്. തോമസ് ഐസക്കിന്റെ മക്കളുണ്ട്, US സെറ്റിൽഡാണ്. കൊടിയേരിക്ക് പുലി പോലത്തെ 2 മക്കളുണ്ട്. ഇടക്കിടക്ക് അറബികൾ വരെ തെരഞ്ഞു വരും. പഠിച്ചു വന്നിട്ടാണ്. ഞാൻ കുഴപ്പമില്ല, ആർക്ക് പ്രസിദ്ധരാണ്. നിങ്ങൾക്കൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് മാത്രമേ മക്കളുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ കുട്ടികളുള്ളൂ, ഭാര്യയുള്ളോ, കുടുംബമുള്ളോ. ഈ പാവങ്ങളെ കൊന്നു തള്ളുമ്പോ നിങ്ങളൊക്കെ സേഫ് അല്ലേ? ഭദ്രം, ഒരു കുഴപ്പമില്ല. 3 നക്സലൈറ്റുകളാണ് കമ്മ്യൂണിസ്റ്റുകാരാ ഈ പിണറായി വിജയന്റെ പോലീസ് വെടിവെച്ചു കൊന്നത്. നക്സലൈറ്റുകളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. പൊട്ടന്മാരാണ് അവർ, സാധുക്കളാണ്. ഞങ്ങൾക്ക് അവർ വിയോജിപ്പുണ്ട്. പക്ഷെ അവരെ കൊല്ലലാണോ ഒരു ജനാധിപത്യ പ്രക്രിയ ചെയ്യേണ്ടത്? കാട്ടിന്റെ ഉള്ളിൽ നിന്ന് BSF പിടിച്ചുകൊണ്ടുവന്നത് ബ്രിട്ടീഷ് പോലീസാണ്. കൊന്നോ? ജയിലടക്കുകയല്ലേ ചെയ്തത്. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് 3 നക്സലൈറ്റുകളെ കൊന്നത്. അതിന് പിണറായി വിജയൻ പറഞ്ഞ ന്യായീകരണം എനിക്ക് ഇഷ്ടമായത്. മനുഷ്യന്റെ സ്വൈര ജീവിതത്തിന് തടസ്സം നിൽക്കുന്നതുകൊണ്ടാണ് കൊന്നത്. മനുഷ്യന്റെ സ്വൈര ജീവിതത്തിന് തടസ്സം നിൽക്കുന്നവരൊക്കെ കൊല്ലുകയാണെങ്കിൽ പിന്നെ P ജയരാജൻ എന്തിനാണ് നിങ്ങൾ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത്? അതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞേ. മനുഷ്യന്റെ സ്വൈര ജീവിതത്തിന് തടസ്സം നിൽക്കുന്നവരെയൊക്കെ കൊന്നാല് എത്ര CPM നേതാക്കന്മാർ ഭൂമിയിൽ ബാക്കിയുണ്ടാവും? ഒന്ന് പറഞ്ഞേ. കമ്മ്യൂണിസ്റ്റുകാരെ, ഈ പാവങ്ങളെ, ഈ സങ്കടങ്ങൾ, എത്ര പാവങ്ങളെ കൊന്നു തീർത്തത് നിങ്ങൾ. എന്നിട്ട് പാർട്ടി പറയാൻ നിങ്ങൾ 2000 വീടുണ്ടാക്കും. ഉള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിച്ചാൽ മതി. പുതിയ വീടൊന്നും ഉണ്ടാക്കി തരണ്ട, ജീവിക്കാൻ സമ്മതിച്ചാൽ മതി. എന്നിട്ട് പുതിയ സ്ഥാനാർത്ഥിയുടെ പരസ്യം വന്ന പിണറായി വിജയന്റെ ഫോട്ടോ താഴെ ഗോഡ് ഫ്രം കൺട്രി, ദൈവത്തിന്റെ നാട്. ചെകുത്താൻ മുഖ്യമന്ത്രിയായ നാട്ടിൽ എങ്ങനെയാണോ ദൈവത്തിന്റെ നാട് എന്ന് വിളിക്കുക? ഒന്ന് പറഞ്ഞു തന്നെ. നിങ്ങള്
മനുഷ്യന്റെ ചോര കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന ഏർപ്പാട് നിർത്തണം. അത് BJP ആയാലും CPM ആയാലും ആരായാലും. ഇതാണോ രാഷ്ട്രീയം? എന്നിട്ട് പറയാ നവോത്ഥാനം. എന്താണോ നവോത്ഥാനം? എന്താ നവോത്ഥാനം? ഏറ്റവും വലിയ സർഗാത്മക എന്നത് സഖാവിനറിയോ? ജീവിതമാണ്. ജീവിതമാണ് സഖാവ് ഏറ്റവും വലിയ സർഗാത്മകത. മനുഷ്യനെ കൊന്നിട്ടല്ല. ശബരിമല, പള്ളിപ്രവേശനം, ക്ഷേത്രപ്രവേശനം, അതൊക്കെ ജീവിച്ചിരിക്കുന്നവർക്കുള്ള കാര്യമാണ്. കൊന്ന പ്രശ്നമില്ലല്ലോ. എന്നിട്ട് സ്ത്രീകളെ, അതാണ് സ്ത്രീകളെ സമുദ്ധരിക്കാൻ. നിങ്ങൾ പാലക്കാട് ഓഫീസിലൊക്കെ സമുദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ വാർത്തയ്ക്ക് വരുന്നുണ്ട്. അത് സമുദ്ധരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കാനുമ്പോ അല്ലേ ഈ നവോത്ഥാനം അതിലുണ്ടാക്കിയത്? അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴോ നിങ്ങൾ ഈ സ്ഥാനാർത്ഥി പട്ടിക ഇറക്കിയത്? എത്ര പെണ്ണുങ്ങൾക്ക് നോമിനേഷൻ കൊടുത്തത്? അല്ല, സ്ഥാനാർത്ഥിയാക്കിയത് 2 ആൾക്ക്. ഒന്ന് പഴയ ശ്രീമതി ടീച്ചറല്ലേ, ഒന്ന് നിലവിലുള്ള MLA. വേറെ ആരും നവോത്ഥാനിച്ചു വന്നില്ല. അപ്പൊ ചോദിക്കും കോൺഗ്രസ് ഈ ബടായി പറഞ്ഞിട്ടില്ലല്ലോ, ഒരു മധുരം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അല്ലെങ്കിലോ കോൺഗ്രസിന്റെ എന്താണ് ആലത്തൂരിൽ നിർത്തി ഒരൊറ്റ സ്ഥാനാർത്ഥി പോലെ നിന്റെ 20 എണ്ണത്തിന്റെ മുകളിൽ പോകാവുന്ന സ്ഥാനാർത്ഥി പറ്റുന്ന പോലെ കോൺഗ്രസ് എന്തിനാ ചെയ്യുന്നത്? ഒരു വനിതയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയ പാർട്ടി ഇല്ലേ? ഞാൻ കണക്കൊന്നും പറയുന്നില്ല. 14 ജില്ലാ കമ്മിറ്റിന്റെ സഖാവെ. ആ ജയരാജനെ കണ്ണൂരിൽ ഓടിച്ചിട്ട് നിങ്ങൾ പിന്നെ സെക്രട്ടറി ആക്കിയത് MV ജയരാജനെ കാലത്ത് ഓടി പിന്നെ കഞ്ഞിക്കാലത്ത് തന്നെ മാറ്റമൊന്നുമില്ല. എന്നാ പിന്നെ അതൊരു പെണ്ണിനെ കൊടുത്തുണ്ടായിരുന്നു. 14 DCCകളില് ഒരു DCC ഉണ്ട് കോൺഗ്രസിന് സ്ഥാനാർത്ഥി, പെണ്ണായിട്ട്. ലീഗൊന്നും ഇല്ല. ഞങ്ങൾ വനിതാ ലീഗ് വേറെയാണ്, ഞങ്ങളുടെ രീതി സംഘടനാ സ്ട്രക്ചർ വേറെയാണ്. നിങ്ങൾ പറയേണ്ട പോലെയല്ല. നിങ്ങളെ പടായി ഞങ്ങൾ പറയണില്ല. ഞാൻ ഒരു കാര്യം മാത്രം പറയാം. നിങ്ങൾ ശബരിമല ഇഷ്യൂ ചെയ്ത ഒരു വൃത്തികേടുണ്ട്. എന്താണെന്നറിയാതെ നവോത്ഥാന മതിലില്ല. ആ മതിലിൽ നിങ്ങൾ മാപ്പിള പെണ്ണുങ്ങളെ കൊണ്ടുപോയി നിർത്തി ഫോട്ടോ എടുത്ത് ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങളുടെ കവർ പേജ് ചെയ്തു. സഖാവേ, അത് വേണ്ടായിരുന്നു. ശബരിമല ഈ രാജ്യത്തിലെ ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസമാണ്. മുസ്ലിമായ ആവരെ തൊടുക, അവര് മല കയറുന്നത് ഒരു വിശ്വാസമാണ്. മകരജ്യോതി ഒരു വിശ്വാസമാണ്. മകരവിളക്കൊരു വിശ്വാസമാണ്. ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അതൊന്നും യുക്തിയോട് ചോദ്യം ചെയ്യരുത്. ഞങ്ങൾ നിക്കാഹിന്റെ സദസ്സില് വരനിരിക്കും വധുവിന്റെ വാപ്പയാണ്. വധുവല്ലേ കൈ കൊടുക്കേണ്ടത്. യുക്തിയാണ്, വിശ്വാസമല്ല. പള്ളിയിൽ നിന്ന് വാങ്ങി കേട്ടല്ല, പെണ്ണ് കൊടുത്താൽ കേൾക്കൂലേ? യുക്തിയാണ്. കൊടുക്കാറില്ല, അത് വിശ്വാസമാണ്. സ്ത്രീകൾ പള്ളിയിൽ കയറാറില്ലേ? ഉണ്ട്. ആണുങ്ങളുമായി ഇടകലർന്ന് നമസ്കരിക്കാറുണ്ടോ? ഇല്ല. നമസ്കരിച്ചാൽ ഭൂമി കീഴ്മേൽ മറിയുമോ? സംഭവിക്കില്ല. അത് യുക്തിയാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു വിശ്വാസമാണ്. 4599 വിശ്വാസങ്ങൾ കൊണ്ടാണ് ഇന്ത്യ ഉണ്ടാക്കിയത്. അറിയോ നിനക്ക്? ആ വിശ്വാസത്തെ യുക്തി കൊണ്ട് ചോദ്യം ചെയ്യരുത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുക്തിവാദിയും പ്രഗത്ഭനായ ജഡ്ജും മാർക്കണ്ഡേയ കണ്ടു. അദ്ദേഹം യുക്തിവാദിയാണ്. അദ്ദേഹം പറഞ്ഞു, യുക്തി കൊണ്ട് വിശ്വാസത്തെ അളക്കരുത്. ശബരിമല ഹിന്ദുമത വിശ്വാസികളുടെ പ്രശ്നമാണ്. അത് ഞങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല. ഞങ്ങളതിനെ ബഹുമാനിക്കുന്നു, ഞങ്ങളതിനെ ആദരിക്കുന്നു. അതാണ് ഒരു മുസ്ലിം പറയേണ്ടത്. പിന്നെ എന്തിനാണ് ഈ മാപ്പിള പെണ്ണുകൾ നിങ്ങൾ ആ ജാഥയിൽ നിർത്തിയത്? അത് കാണുന്ന നാരായണീയമ്മയുടെ മനസ്സിൽ അനുകൂലം. ഞങ്ങളുടെ ശബരിമല, ഞങ്ങളുടെ വിശ്വാസം, എന്തിനാണ് ഈ പാർക്കും അവിടെ വന്ന് നിന്നത് എന്നവർ വിചാരിക്കില്ലേ? നാളെ പള്ളികളിൽ ഒരു പ്രശ്നം വരുമ്പോ ആ മതിൽ കല്യാണിയമ്മ വന്നു നിന്നാൽ ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വേദന ഇന്ന് നാരായണിയമ്മക്ക് ഉണ്ടായിട്ടുണ്ടാകും. എന്തിനാണോ സഖാവേ? കേരളം ഒരു മൈനോറിറ്റി സ്റ്റേറ്റാണ്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. അതിന് വൃത്തികേട് കളിച്ചു, മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് എന്ത് തോന്നിവാസമാണ് നിങ്ങൾ കളിക്കുന്നത്? ഈ കപട രാഷ്ട്രീയത്തെ പിടിതറിയണം, പൊളിച്ചു മാറ്റണം. അതിന് കഴിയണം. അതിന് കഴിയുന്ന തരത്തിലുള്ള പോരാട്ടം ഉണ്ടാക്കണം. ഓരോ ഇടത്ത് നിങ്ങളുടെ രാഷ്ട്രീയ രീതികളല്ല. ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, നമുക്കാർക്കും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് വേണ്ടി ഒരുപാട് തോന്നിച്ചത് അത് നമ്മുടെ പൂർവികന്മാരാണ്. ഇതൊരു 2ാം സ്വാതന്ത്ര്യ സമരമാണ്. നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകേണ്ട, പക്ഷേ നിങ്ങൾ പോളിംഗ് ബൂത്തിൽ പോകണം. ബാലറ്റ് പേപ്പർ ഉപയോഗിക്കണം. നിങ്ങൾ അതിന് കഴിയുന്ന വിധത്തില് നിങ്ങളുടെ സമയത്ത് വിനിയോഗിക്കണം. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. രാഹുൽ ഗാന്ധി, അതൊക്കെ നമുക്കറിയാം.
കറ്റോയിലൊരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോ തണുത്തുറഞ്ഞ ഡൽഹിയുടെ രീതിയിലേക്ക് നട്ടപ്പാതിലൊക്കെ ഇറങ്ങി വന്നു ചെറുപ്പക്കാരൻ. ഇന്ത്യയിലും ന്യൂനപക്ഷത്തിന്റെ കൂടെയായിരുന്നു. പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾ കുറഞ്ഞു വന്നപ്പോ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ എന്നും ഈ രാജ്യത്തോട് ചേർത്ത് നിൽക്കുകയും അവരെ ഈ രാജ്യം ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് കോൺഗ്രസ് എന്നും വിശ്വസമായ ഒരു കൂട്ട് തന്നെയാണ്. ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ ഒരുപാട് അംഗീകാരം തന്നിട്ടുണ്ട് കോൺഗ്രസ്. ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ മാന്യമായ പദവികൾ തന്നിട്ടുണ്ട്. 19 MP-മാരും സ്ഥാനാർത്ഥികളും തോറ്റുപോയപ്പോ ഒരൊറ്റ അഹമ്മദ് സാഹിബിന് കേന്ദ്രമന്ത്രി പദം കൊടുത്തത് മറക്കാനാവാത്തതാണ്. അന്ന് അതെന്റെ നെഞ്ചിലേറ്റ മതേതരത്വത്തിന്റെ നെഞ്ചിലേറ്റ കുത്താണെന്ന് പറഞ്ഞത് VS അച്യുതാനന്ദനാണ്. ഞങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റുകാരെ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് കമ്മ്യൂണിസ്റ്റുകാര്. അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ പങ്കാളികളായി നിൽക്കാൻ നിങ്ങളുടെ വോട്ടുകൾ വിനിയോഗിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇത് അവസാനത്തെ വണ്ടിയാണ്. ഇതിൽ കാര്യത്തിലേക്ക് സാധ്യമാവില്ല. ഇന്ത്യയെ നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ചെറുപ്പക്കാരെ നിങ്ങളുടെ ബോധ്യത്തോടുകൂടിയുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. കുഞ്ഞിനെക്കുട്ടി സാഹിബിന് കൊടിയടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നൽകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ഇനി മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയും മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും മഞ്ചേരി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ അഡ്വക്കേറ്റ് ബീന ജോസഫ് സംസാരിക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. കാരണം നിങ്ങൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരൊക്കെ നല്ലൊരു അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് കുഴിമന്തിയുടെ കൂടെ ബാക്കി എന്തൊക്കെ കഴിക്കണം, ചിക്കൻ ബിരിയാണി വേണോ, ഫ്രൈഡ് വേണോ, എല്ലാ സാധനങ്ങളും കഴിച്ച് സുഭിക്ഷമായിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ കൂടെ എനിക്കിനി ഒരു സുലൈമാനി മാത്രമേ തരാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളും നമ്മൾ പറയും നമ്മൾക്കിത് വളരെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്ന്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വെറും ഒരു നിർണായകം എന്ന് പറഞ്ഞാൽ പോരാ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം 1947 മുമ്പ് ഇന്ത്യ കണ്ട അടിമത്തത്തിലേക്ക് നമ്മൾ തിരിച്ചു പോണോ, അതോ ഇതുവരെ നമ്മൾ ശ്വസിച്ച സ്വാതന്ത്ര്യത്തിന്റെ വായു, ജീവന്റെ വായു, മതേതരത്വത്തിന്റെ വായു, വർഗീയത ഇല്ലാതെ സാഹോദര്യത്തിന്റെ വായു ശ്വസിച്ച് നമുക്കിനി മുന്നോട്ട് പോകണം. എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട KM ഷാജി വളരെ വ്യക്തമായി പറഞ്ഞു. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം ഭരിച്ചപ്പോഴും അതിനു മുമ്പ്